നീറ്റ് എക്സാം സ്കാം 2026 അത് രാജ്യത്ത് നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് നീറ്റ് എൻട്രൻസ് മെഡിക്കൽ ടെസ്റ്റ്. എന്നാൽ മെയ് 3, 2026 നടന്ന എക്സാം ചോദ്യപേപ്പർ ലീക്ക് മൂലം ക്യാൻസൽ ചെയ്തെന്നാണ് അധികാരികൾ പറയുന്നത്. 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം നീറ്റ് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയത്. ജസ്റ്റ് ഇമാജിൻ, 22 ലക്ഷം വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് ഇതോടെ തകർന്നു വീണത്. രാജസ്ഥാനിലെ സോഹാറിലാണ് ആദ്യമായി ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി എന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ മാത്രമല്ല ഒരുപാട് സംസ്ഥാനങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെന്ന്. ഏകദേശം 140-ൽ പരം ക്വസ്റ്റ്യൻ സെയിം ആയിരുന്നു വന്നത്. മാത്രമല്ല അതിന്റെ ആൻസറുടെ സീക്വൻസ് പോലും പക്ക സെയിം ആയിരുന്നു. ഇത് 50,000 മുതൽ 5 ലക്ഷം വരെ കൊടുത്തിട്ടാണ് ഒരുപാട് വിദ്യാർത്ഥികൾ വാങ്ങിയതും. അറൌണ്ട് 10,000 പ്ലസ് വിദ്യാർത്ഥികൾക്ക് ഇത് ലഭിച്ചിട്ടുണ്ടെന്ന്. ജസ്റ്റ് ഇമാജിൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇത് പ്യൂർ സിസ്റ്റം ഫെയിലിയർ തന്നെയല്ലേ? നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എക്സാം ഹാളിലേക്ക് കയറണമെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡ്രസ്സിൽ പോലും മെറ്റൽ ഡിറ്റക്ടർസ് ഒക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് വിദ്യാർത്ഥികളെ എൻട്രൻസ് ഹാളിലേക്ക് കടത്തുന്നത്. എന്നാൽ ഇവിടെ ഈ വിദ്യാർത്ഥികളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? സിസ്റ്റം ഫെയിലിയർ ആണ്. ഗവൺമെന്റ് ആണ് ഇതിന് ഉത്തരം പറയേണ്ടത്. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹാസ് ടു ആൻസർ ഫോർ ദിസ്. ഇത് നടന്നിട്ട് ഇന്നേ വരെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സൈഡിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വന്നിട്ടില്ല. ഇത് മാത്രമല്ല 10 വർഷമായി ഏകദേശം 89-ൽ പരം എൻട്രൻസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മുടെ രാജ്യത്ത് ലീക്ക് ആയത്. പക്ഷെ ഇതിനെക്കുറിച്ച് എവിടെയും സംസാരിക്കാൻ നമ്മൾ കേൾക്കുന്നില്ല. മാത്രമല്ല എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ആരോ ഒരു അധികാരികളെ പുറത്താക്കും, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യും. ഇത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. നീറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം 2 വർഷത്തെ ഹാർഡ് വർക്കാണ് അവരെ ഡ്രീം മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നത്. അവരെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസോ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് വെറും ഡ്രീമിന് വേണ്ടി മാത്രം സാക്രിഫൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മെയ് 3 എഴുതിയ എക്സാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരത് എക്സാം റീടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഒന്ന് മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സാം ഉടനുണ്ടാവും എന്നാണ് പറഞ്ഞത്, പക്ഷെ അതിന്റെ ഒഫീഷ്യൽ ഡേറ്റ്സ് ഒന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഇതിനെതിരായി വരേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. വിദ്യാർത്ഥികളാണ് ഇതിനുവേണ്ടി പ്രതിഷേധം ഉയർത്തേണ്ടതും. നമുക്കറിയുന്ന രാജ്യത്തുടനീളമായി പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജെൻസി കിഡ്സ് ദേ ക്യാൻ ചേഞ്ച്. അവരാണ് ഇതിന് മുന്നോട്ട് വരേണ്ടത്, ഇതിനായി പ്രതികരിക്കേണ്ടത്. കാരണം അവരുടെ ഡ്രീംസിനാണ് ഗവൺമെന്റ് ആരുടെയോ താല്പര്യത്തിന് വേണ്ടി ഇല്ലാതാക്കുന്നത്.